ഇതാണ് 70 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിലൊരു വിശ്വാസം. അത് എന്തുകൊണ്ട്? ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്ത് കേരളനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോ ഒരു മാറ്റം വേണം. ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം. എന്നോട് ചോദിച്ചു ആരോ, നിങ്ങളുടെ മിഷൻ എന്താണ്? BJP കേരളന്റെ ഒരു പുതിയ മിഷൻ എന്താ? ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ. കേരളവും വളരണം, നിക്ഷേപങ്ങൾ സ്വീകരിക്കണം, നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം. ഇതാണ് നമ്മുടെ ദൗത്യം. ഇതാണ് BJP കേരള NDA കേരളന്റെ മിഷൻ. അത് പറയുമ്പോൾ ഒരു പ്രശ്നം, ഇതെങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഇത് മനസ്സിലാക്കാൻ 11 കൊല്ലം മുമ്പേ 2014 നരേന്ദ്രമോദിജി ഇന്ത്യന്റെ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു. ഇന്ത്യന്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു. ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് 4 ഇക്കോണമിയിൽ ആയി വന്നു. മോദിജിയുടെ കഠിന അധ്വാനം, ജനങ്ങളുടെ സമർപ്പണം, നല്ല ഭരണം, നല്ല നയങ്ങൾ, അതാണ് ഈ 11 കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത്. ഒരു പുതിയ ഇന്ത്യ, ഒരു ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. 11 കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസി, നല്ല ഗവർണൻസിന്റെ കാരണം. എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. വീട്, കുടിവെള്ളം, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. ഹെൽത്ത് കാർഡ്, കർഷകർക്ക് സ്കീംസ്, റേഷൻ, വാക്സിൻ, ഇൻഫ്രാസ്ട്രക്ചർ, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്. യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ടെക്നോളജി ആണോ, IT ആണോ, മാനുഫാക്ചറിംഗ് ആണോ, ടൂറിസം ആണോ? അതുകൊണ്ട് ഈ ഒരു 11 കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, പറഞ്ഞത് ചെയ്യും എന്ന ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ്, അതാണ് ഇന്ത്യയെ ഒരു ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി 4ാം നമ്പർ ഇക്കോണമി, ഗ്ലോബൽ 4ാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചത്. അതാണ് നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം.